നമ്മളെല്ലാവരും വീട്ടിലുമുള്ള ഉള്ളിക്കൊട്ടയിലും ഫ്രിഡ്ജിലും ഒക്കെ ആയിട്ട് എപ്പോഴും അവൈലബിൾ ആയിട്ട് കാണാവുന്ന നല്ല കുറച്ച് സാധനങ്ങളാണ് കേട്ടോ. ഇനിയിപ്പോൾ സാധനങ്ങളൊന്നും ഇല്ലയെന്നൊന്നും വിചാരിക്കേണ്ട. ചില ഫുഡുകളൊക്കെ നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വീട്ടിലില്ലാത്ത സാധനങ്ങളൊക്കെയാണല്ലോ നമ്മൾ കാണുക. പക്ഷേ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുന്നതിൽ ഒരു പ്രശ്നവുമില്ല. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി. എന്നാലോ ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ മക്കൾക്കും വലിയവർക്കും ഒക്കെ ഒരുപോലെ ഇഷ്ടമാവും. അതുപോലെ തന്നെ ഇനി നമ്മൾക്ക് കുറച്ച് ദിവസങ്ങൾ മാസങ്ങളൊക്കെ വെച്ചിട്ട് കഴിക്കാൻ പറ്റുന്ന ആ ഒരു തരത്തിലും കൂടിയാണ് കേട്ടോ ഇതുണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കണതെന്നും ഇതിലേക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാ നമുക്കിതൊക്കെ വേണ്ടത് ആദ്യം തന്നെ മെയിനായിട്ട് വേണ്ടത് നല്ല പഴുത്ത തക്കാളി തന്നെയാണ്. അപ്പോൾ പഴുത്ത തക്കാളി ഇത്രയൊന്നും വേണ്ട കേട്ടോ. ഞാനിപ്പോൾ ഒരു 1.5 കിലോ തക്കാളിയാണ് എടുത്തിരുന്നത്. പക്ഷേ ഇതിന് നമുക്ക് ഏകദേശം ഒരു 3/4 കിലോ തക്കാളിയോളം എടുക്കണുള്ളൂ. ഇനി ഈ തക്കാളി നല്ലോണം കഴുകിയതിന് ശേഷം നമുക്ക് നല്ലോണം ഒന്ന് ടവൽ വെച്ചിട്ട് നല്ലോണം ആ വെള്ളമൊക്കെ നല്ല പോലെ ഒന്ന് തോർത്തിയെടുക്കണം കേട്ടോ. ഒരു തുള്ളി വെള്ളത്തിൻ്റെ അംശം പോലും ഈ തക്കാളിയിൽ ഉണ്ടാവാൻ പാടില്ല. അതുപോലെ തന്നെ നല്ല പോലെ ഇതിൽ അഴുക്കും പൊടിയൊക്കെ ഉണ്ടാവും. തക്കാളി പല സ്ഥലത്തും വെച്ചിട്ട് നമ്മുടെ നാട്ടിലൊന്നും ഉണ്ടാവണതല്ലല്ലോ, പല ഭാഗത്തുനിന്നും കൊണ്ടുവരുന്നതാണ്. തക്കാളി കേടാവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലുമൊക്കെ അടിച്ചൊക്കെ കൊണ്ടുവരുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ഒരു 10 മിനിറ്റെങ്കിലും ഈ ഒരു തക്കാളി നല്ല പോലെ വെള്ളത്തിലിട്ട് കഴുകിയതിന് ശേഷം, വെള്ളത്തിലിട്ട് 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രം തക്കാളി നല്ല പോലെ കഴുകുക. എന്നിട്ട് നല്ലോണം ടവൽ വെച്ചിട്ട് ഇതുപോലൊന്ന് തുടച്ചെടുക്കട്ടോ. അതോ ഇതിലിതാ വെള്ളത്തുള്ളികളൊക്കെ ഉണ്ട്. ഇതാ കണ്ടില്ലേ, നല്ല പോലെ വെള്ളത്തുള്ളികളുണ്ട്. കാരണം നമ്മൾ ഈ ഒരു ഫുഡ് ഉണ്ടാക്കണതിൽ ഒരു അല്പം പോലും വെള്ളം ഉറ്റിക്കണില്ല. വെള്ളത്തിൻ്റെ ഒരു അംശം പോലും നമ്മൾ ഈ ഒരു റെസിപ്പിയിൽ ഇല്ല കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾ വെള്ളത്തിൻ്റെ ഒരു അംശം പോലും ഉണ്ടാവാൻ പാടില്ല. എന്ത് ചെയ്യുക, നല്ലോണം ഒന്ന് ഒരു ടവൽ വെച്ചിട്ട് ഇതുപോലെ നല്ലോണം തോർത്തി എടുത്തിട്ടുണ്ട്. ഇനി നമ്മളിത് കട്ട് ചെയ്യേണ്ട രീതി എങ്ങനെയെന്ന് വെച്ചാൽ, കട്ട് ചെയ്യാൻ ചെറുതാക്കി കട്ട് ചെയ്യുക അങ്ങനെയൊന്നുമില്ല കേട്ടോ. പക്ഷെ നമ്മൾ കട്ട് ചെയ്യുന്ന നേരത്ത് ശ്രദ്ധിക്കേണ്ടത് എന്ന് വെച്ചാൽ, ഈ തക്കാളിൻ്റെ ഒരു മുകൾ ഭാഗത്തുണ്ടല്ലോ ഞെട്ടിടിക്കണ ഭാഗം, ആ ഒരു ഭാഗത്ത് ഉണ്ടാവണം ആ ഒരു കറുപ്പ് ഭാഗം ഉണ്ടല്ലോ, അത് നല്ല പോലെ കട്ട് ചെയ്ത് ഒഴിവാക്കണേ. നമുക്ക് ഈ സാധനം നമ്മളൊരു കറിയിലൊക്കെ ഇടുകയാണെങ്കിൽ ഇനിയിപ്പോൾ അത് ആ ഒരു ഭാഗം കട്ട് ചെയ്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മൾ ഈ ഒരു ഫുഡ് ഉണ്ടാക്കുമ്പോൾ എന്ത് ചെയ്യണം, നല്ലോണം ആ കറുപ്പ് ഭാഗം മസ്റ്റായിട്ട് ഒഴിവാക്കുക. അത് നമുക്ക് ഒരിക്കലും ഇതിലിടാൻ പാടില്ല. അപ്പോൾ ഞാൻ ആ ഒരു ഭാഗമൊക്കെ കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊരു 4 കഷ്ണമൊക്കെ 4-5 കഷ്ണമൊക്കെ ആയിട്ടാണ് ഞാൻ കട്ട് ചെയ്യണത്. ഇനി നിങ്ങൾക്ക് വേണമെങ്കിൽ 2 കഷ്ണമാക്കിയിട്ടോ 3-4 ഒക്കെ പീസസ് ആക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇനി കട്ട് ചെയ്യാതെയും വേവിച്ചെടുക്കുക. പക്ഷേ കട്ട് ചെയ്യാതെ വേവിക്കുന്നതിനേക്കാളും നല്ലത് ഇതുപോലെ നമുക്ക് ഏതായാലും നമുക്ക് ഈ ഒരു കറുത്ത ഭാഗം കിട്ടണമെങ്കിൽ കട്ട് ചെയ്യണമല്ലോ. അപ്പോൾ അതുപോലെ കട്ട് ചെയ്താൽ നമുക്ക് വേവാനൊക്കെ എളുപ്പമാവും. അപ്പോൾ ഇതാ ഞാനൊരു പകുതിയോളം തക്കാളി നല്ല പോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ ഇതുപോലൊരു കുക്കർ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അതിലേക്ക് ഒരു കപ്പ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് കപ്പിൻ്റെ അളവ് ഇല്ല എന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 1/2 ഗ്ലാസ്സോളം, ഒരു 100-150 ഗ്രാമോളം നല്ലെണ്ണയോ അതല്ലെങ്കിൽ ഞാൻ ഈ ഒഴിച്ചു കൊടുത്തതുപോലെ ഓയിലോ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണ്ട കേട്ടോ, വെളിച്ചെണ്ണേൻ്റെ രസം ഉണ്ടാവില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, നല്ലെണ്ണ അതല്ലെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതിന് ശേഷം എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ഒരു ഏകദേശം ഒരു ചെറുനാരങ്ങ, വലിയ ചെറുനാരങ്ങ ഉണ്ടാവുമല്ലോ, ആ ഒരു വലുപ്പത്തിൽ പുളി എടുക്കുക. സാധാരണ വാളംപുളിയാണ് കേട്ടോ, കൊടുമ്പുളി ചേർക്കണ്ട, വാളംപുളി തന്നെ എടുക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ഒരു നല്ലൊരു ടേസ്റ്റ് കിട്ടുള്ളൂ. എന്നിട്ടിത് നല്ലോണം ഒന്ന് മൂടി വെച്ചിട്ട് 2 വിസിൽ അടിഞ്ഞതിന് ശേഷം പ്രഷർ അങ്ങോട്ട് പോയി കഴിഞ്ഞോട്ടെ. നമ്മൾ പെട്ടെന്ന് ഓഫ് ചെയ്യൊന്നും വേണ്ട. അപ്പോൾ ഇതാ കുക്കർ കൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് 2 കൂക്കിയിട്ട് ഒന്ന് ഫ്ലെയിം കുറച്ചൊന്നും വെക്കണ്ട, ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് ആ പ്രഷർ പോകുമ്പോഴേക്കും നമുക്ക് ചെറിയൊരു പണിയുണ്ട് കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ ഇതിലേക്ക് കുറച്ച് ഉലുവയും കടകൊക്കെ ഒന്ന് വറുത്ത് പൊടിക്കാനുണ്ട്. അപ്പം ഉലുവൻ്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു 3-4 ടേബിൾ സ്പൂണും ഉലുവ എടുക്കുക. അതുപോലെ തന്നെ ഒരു 4 ടേബിൾ സ്പൂണോളം കടകും കൂടി എടുത്തിട്ട് ഇതുപോലെ നല്ല പോലെ ഒന്ന് വറുക്കട്ടോ. അപ്പോൾ ഈ ഉലുവയും കടകും വറുക്കുന്ന സമയത്ത് ഇതുപോലെ പരന്ന പാത്രം എടുക്കുന്നതിനേക്കാളും നല്ലത് എപ്പോഴും നിങ്ങൾക്ക് കുണ്ടുള്ള പാത്രം എടുക്കുകയാണ്. കാരണം എന്താ വെച്ചാൽ ഈ ഉലുവും കടവും കുറച്ച് ചൂടാകുമ്പോഴേക്കും പൊട്ടിത്തെറിച്ചിട്ട് ആകെ പോവും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ചെയ്ത് വേഗം മൂടി വെച്ചു. പക്ഷേ നിങ്ങൾ കുറച്ച് കുണ്ടുള്ള പാത്രം എടുത്താൽ മൂടി വെക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് മൂടി വെച്ച് കഴിഞ്ഞാൽ എന്താണെന്നറിയോ, പൊട്ടിത്തെറിച്ച് പോകുമ്പോൾ കരിയണമൊന്നും നമ്മളറിയില്ല. അപ്പോൾ ഏതായാലും അതോട് ഓഫ് ചെയ്തതിന് ശേഷം ഞാൻ ഇതൊന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിക്കണേ. എന്താ വെച്ചാൽ ഉലുവയും കടവും നല്ലോണം ചൂടാറട്ടെ. അപ്പോൾ ഞാൻ ഇതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷം ഞാൻ തക്കാളി ഒന്ന് തുറന്ന് നോക്കിട്ടോ. അപ്പോൾ നല്ല പോലെ വെന്ത് ചാമ്പലായിട്ടുണ്ട്. അതുപോലെ തന്നെ നല്ലോണം വെള്ളമുണ്ട്. ഒരു തുള്ളി വെള്ളവും ചേർത്തില്ലെങ്കിലും ഈ തക്കാളിയിൽ നിന്ന് തന്നെ ഇത്രത്തോളം വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്.
അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിതൊന്ന് കുറുക്കിയെടുക്കേണ്ട ആവശ്യം കൂടി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ലോണം ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഒന്ന് കത്തിക്കുക. അതുപോലെ കത്തിക്കുകയും ചെയ്യുക, അതിൻ്റെ കൂടെ തന്നെ ഇത് ചെറുതായിട്ടൊന്ന് ഉടച്ചെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇതാ അത്യാവശ്യമൊക്കെ നല്ലോണം ഒടിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് സാധനങ്ങളൂടി ചേർക്കേണ്ട ആവശ്യമുണ്ട് കേട്ടോ. കാരണം നമ്മളിതിലേക്ക് ഒരു അല്പം പോലും ഉപ്പൊന്നും ചേർത്തിട്ടില്ലല്ലോ, ഉപ്പൊന്നും ചേർക്കാതെ തീമൽ വെച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു കാര്യം ചെയ്യുമ്പോൾ അത്യാവശ്യം ഉപ്പ് വേണം കേട്ടോ. നമ്മളിതിലേക്ക് മധുരമൊന്നും ചേർക്കാത്തതുകൊണ്ട് ഇനി വേണമെങ്കിൽ മധുരം ഒരല്പം ചേർക്കാം, എന്നാലും ഇതിനൊരു ഉപ്പാണ് നമുക്ക് കൂടുതൽ വേണ്ടത്. അപ്പോൾ ആവശ്യത്തിനൊരു 5-8 ടീസ്പൂണോളം ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് വേണമെങ്കിൽ ഇനിയും ചേർക്കട്ടോ. പിന്നെ അതിലേക്ക് ചേർത്ത് കൊടുത്തത് ഇതാ ഒരു അര കപ്പ് എന്ന് പറഞ്ഞാൽ ഒരു അര ഗ്ലാസ്സോളം കശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. അത് നല്ലൊരു എരിവ് കുറയാനും നന്ന്, എന്നാലോ നല്ലൊരു കളറ് കിട്ടാനും നന്ന്. നമ്മളെ മക്കളൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ ചോദിക്കുന്ന സമയത്ത് അവർക്ക് കൂട്ടാനൊക്കെ എന്തെങ്കിലും വേണമെന്നൊക്കെ പറയുമ്പോൾ നമ്മളെന്നും സോയാബീനോ അതല്ലെങ്കിൽ ഉരുളൻകിഴങ്ങ് പൊരിച്ചതൊക്കെ കൊടുക്കണതിനേക്കാളും ഇതുണ്ടാക്കി വെച്ചാൽ നമ്മൾ മക്കൾക്ക് ആവശ്യത്തിന് ഇങ്ങനെ കൊടുക്കുകയും ചെയ്യും. അവർക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ കാര്യം. ഇനി അച്ചാർ കൂട്ടുന്ന പ്രശ്നം ഒന്നുമില്ലേനും നമുക്കും നല്ല ടേസ്റ്റാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇത് ഉണ്ടാക്കി കഴിഞ്ഞാൽ ഇനിയിപ്പോൾ ഒരു ചോറ് മാത്രമേ ഉള്ളൂ നമ്മളെ വീട്ടിലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുക, 2-3 മാസം കഴിഞ്ഞാലും നമുക്ക് കൂട്ടാൻ റെഡിയായി നമുക്ക് വിചാരിക്കട്ടോ. അപ്പോൾ ഇതാ ഞാൻ മുളക് പൊടി ഇട്ടുകൊണ്ടായിരിക്കാം, കാശ്മീരി മുളക് പൊടി ഇട്ടുകൊണ്ടായിരിക്കാം, നല്ല കളറാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ കളർ ഇഷ്ടമല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, ഒരു 1/4 കപ്പ് കാശ്മീരി മുളക് പൊടിയും 1/4 കപ്പ് നമ്മൾ സാധാരണ മുളക് പൊടി എടുക്കട്ടോ. അങ്ങനെ അത് വെള്ളമൊക്കെ വറ്റി ഏകദേശം ചൂടാറാൻ വേണ്ടി വെച്ചിന് നല്ലോണം ചൂടാറാണ് കേട്ടോ അത്. അപ്പോൾ ആ ഒരു ടൈമിൽ നമ്മളെ ഉലുവയും കടകൊക്കെ നല്ല പോലെ ചൂടാറിയിട്ടുണ്ട്. ഇത് ഞാനൊരു മിക്സിൻ്റെ ജാറ് നല്ല പോലെ തുടച്ചതിന് ശേഷം നല്ലോണം ഒന്നും ഇങ്ങനെ പൊടിച്ചെടുത്തിന് കേട്ടോ. നല്ല സ്മെല്ലുണ്ട്. ഈ ഉലുവയും കടുകും വറുത്താൽ തന്നെ നമുക്ക് നല്ലൊരു സ്മെല്ലാണല്ലോ. അപ്പോൾ അതൊക്കെ പൊടിച്ച് വെച്ചപ്പോഴേക്കും നമ്മുടെ ഈ ഒരു കറിയല്ല ഇട്ടത്, ഇത് അച്ചാറെന്നും പറയണ്ട കറിയെന്നും പറയണ്ട, ആ ഒരു ടേസ്റ്റാണ് നിൽക്കുന്നത്. പക്ഷെ നമ്മൾ കറിയാകുമ്പോൾ അന്ന് തന്നെ തീർക്കണം. പക്ഷേ ഇത് 2-3 മാസമൊക്കെ നമുക്ക് ഈ അച്ചാറൊക്കെ കൂട്ടുന്നത് പോലെ നമുക്ക് കൂട്ടാം. അപ്പോൾ ഇതാ ഞാൻ ആ ഉലുവയും കടുകൊക്കെ വറുത്ത് പൊടിച്ചത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഉലുവയും കടുകും വറുത്തത് ഇട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മുടെ ഈ തക്കാളി കൊണ്ടുള്ള ഈ ഒരു പേസ്റ്റ് ഉണ്ടല്ലോ, ഇതൊരിക്കലും ചൂടാറാതിരിക്കരുത് കേട്ടോ. നല്ല പോലെ ചൂടാറണം. അങ്ങനെ നല്ല പോലെ ചൂടാറിയതിന് ശേഷം മാത്രം ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ നല്ല സോഫ്റ്റ് ആയിക്കൊണ്ട് നല്ല കുഴമ്പലായിട്ടുണ്ട്. ഇതൊരു മിക്സിൻ്റെ ജാറിലിട്ട് അരക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ഇനി വേണമെങ്കിൽ നിങ്ങൾ അരച്ചോളി. അപ്പോൾ ഇതന്നെ നല്ലോണം ആയിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഉപ്പൊക്കെ നോക്കിയപ്പോൾ ഉപ്പൊക്കെ കറക്റ്റ് തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് കുറച്ച് ശർക്കര പൊടിയോ അതല്ലെങ്കിൽ കുറച്ച് പഞ്ചസാരയൊക്കെ ചേർക്കാം. പക്ഷെ എനിക്കതൊന്നും ടേസ്റ്റ് ഇഷ്ടമല്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഞാനതൊന്നും ചേർത്തിട്ടില്ല. പിന്നെ അച്ചാറിലൊക്കെ ചില ആളുകൾ ചേർക്കാറുണ്ടല്ലോ, പക്ഷേ എനിക്ക് അച്ചാറിലൊന്നും ഇഷ്ടമല്ല കേട്ടോ അതൊന്നും ചേർക്കണത്. അപ്പോൾ ഇതാ ഞാൻ ഇതിലേക്ക് ഒരു 25ഓളം വെളുത്ത ഉള്ളി എടുത്തിട്ട് തൊലികളൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട് ഇതാ ഒരു മിക്സിൻ്റെ ജാറിലിട്ടാണ് ഒന്നിങ്ങോട്ട് ചതുക്കിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് മിക്സിൻ്റെ ജാറിലൊന്നും ചെയ്യേണ്ട ഒരാവശ്യമില്ല. നിങ്ങളെ വീട്ടിൽ അമ്മിയോ അതല്ലെങ്കിൽ നമ്മൾ ചെറിയ ഓരലുണ്ടല്ലോ അതോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് കുത്തിപ്പൊടിച്ചെടുത്താൽ മതി. പക്ഷെ ഞാൻ എന്താ പറയുക, മിക്സിൻ്റെ ജാറ് ഏതായാലും കഴുകാനായല്ലോ. അപ്പോൾ ഇനി അതിൽ തന്നെ അങ്ങോട്ട് ഇട്ടിട്ട് നല്ലോണം ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. പൊടിക്കാൻ ഒരുപാട് പൊടിക്കേണ്ട, ഒന്ന് ചെറുതായിട്ടൊന്ന് ഒന്നിങ്ങോട്ട് കട്ട് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, ഒന്ന് കട്ടാകുക അത്രയേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇതാ കാണാനൊന്നുമില്ല, കാരണം ഒരു 25ഓളം വലിയ വെളുത്തുള്ളി ഉണ്ടെങ്കിലും മിക്സിയുടെ ജാറിലപ്പോൾ അതൊന്നും കാണാനില്ല. ഇനി അതെല്ലാം വടിച്ചെടുക്കുമ്പോൾ അത്യാവശ്യം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതാ അതൊക്കെ റെഡി ആയിട്ട് ഇനി നമുക്ക് ചെയ്യാനുള്ള പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതുപോലൊരു ചട്ടി അടുപ്പത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് തീ കൊളുത്തിയിട്ട് നമ്മൾ നേരത്തെ ഒഴിച്ചെടുത്ത ഇതുണ്ടല്ലോ, അര കപ്പല്ല 1/4 കപ്പ് ഓയിൽ ഒഴിച്ചു കൊടുക്കണം. ഇതാ ഓയിലോ നല്ലെണ്ണ നിങ്ങളുടെ അടുത്ത് എന്താണോ ഉള്ളത് അതിനനുസരിച്ചിട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ നേരത്തെ എൻ്റെ അടുത്ത് നല്ലെണ്ണ ഇല്ല. അപ്പോൾ ഈ ഒരു പരിപാടിക്കൊക്കെ ഏറ്റവും നല്ലത് നല്ലെണ്ണയാണ് കേട്ടോ. ഇനി ഇല്ലാത്തവർ മാത്രം എന്നെ പോലെ ഓയിൽ ഒഴിച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാ ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിതാ നമ്മളെ കടലപ്പരിപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. അതൊരു 2-3 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നിങ്ങളെ കയ്യിൽ അതില്ല എന്നുണ്ടെങ്കിൽ അവോയ്ഡ് ചെയ്യുക കേട്ടോ. വേണമെന്ന് ഒരു നിർബന്ധമില്ല, വെറും കടുക് മാത്രം മതി. കുറച്ച് ഉലുവയും കൂടി വേണമെങ്കിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ ഇതാ അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് എന്താ വെച്ചാൽ കുറച്ച് കടുകാണ്. അപ്പോൾ കടുകും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഇതാ ഇതുപോലെ നല്ലോണം ഇളക്കി അതൊക്കെ പൊട്ടലും പൊളിയിലൊക്കെ കഴിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യുക, നമ്മൾ പൊടിച്ച് വെച്ചില്ലേ മിക്സിൻ്റെ ജാറിൽ, ആ മിക്സിൻ്റെ ജാറിൽ പൊടിച്ച് വെച്ച് അതും കൂടെ ഇതിലേക്കൊന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടോ.
അപ്പോൾ ഇതാ ഇതും കൂടെ ഞാൻ മിക്സിൻ്റെ ജാറൊക്കെ വടിച്ചെടുത്തതിന് ശേഷം ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതും കൂടെ ഇട്ട് കൊടുത്തിട്ട് ഈ ഒരു വെളുത്തുള്ളിയുടെ ആ ഒരു പച്ച ചുവ ടേസ്റ്റ് ഒക്കെ മാറുന്ന വരെ അതൊന്ന് മൂത്ത് വന്നിട്ട് നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് കിട്ടുമല്ലോ, ആ ഒരു ടേസ്റ്റാണ് വരെ നല്ലൊരു സ്മെല്ല്, ഉള്ളിലൊക്കെ മൂത്തൊരു സ്മെല്ലാണത് വരെ ഇതുപോലെ ഫ്ലെയിമൊക്കെ ഒന്ന് കുറച്ച് വെച്ചിട്ട് നല്ലോണം ഇളക്കിയെടുക്കുക. ഇനി നിങ്ങൾക്ക് ഫ്ലെയിം കൂട്ടിയിട്ടാണെങ്കിൽ നിങ്ങൾ കയ്യേക്കാതെ ഇളക്കിയാൽ മതി. ഫ്ലെയിം കൂട്ടിയാൽ എന്താ പറയുക പെട്ടെന്ന് പരിപാടി കഴിയും. അതല്ല നിങ്ങൾക്ക് സമയമൊക്കെ ഉണ്ടെങ്കിൽ ഫ്ലെയിം കുറച്ച് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ അതാ ഇതിവിടെ റെഡി ആയി വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് വേണ്ടതെന്ന് വെച്ചാൽ ഒരു 3 വറ്റൽമുളകാണ് കേട്ടോ, 3 or 4 വറ്റൽമുളക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇട്ട് കൊടുത്ത വറ്റൽമുളക് ഞാൻ കട്ട് ചെയ്തിട്ടൊന്നുമില്ല. കാരണം കട്ട് ചെയ്യാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ ഇതിങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലത്തെ ആ ഒരു കുരു ഒക്കെ ഇതിൻ്റെ ഇതിലേക്ക് വരും ചെയ്യും. അപ്പോൾ എന്താ വെച്ചാൽ ഋതുവിന് ഇത് കൊടുക്കുമ്പോൾ ഓക്കെ സ്കൂൾക്കൊക്കെ കൊണ്ടുപോകാൻ ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ അങ്ങനെ ഇഷ്ടമുള്ള സാധനം ഈ ഒരു മുളകിൻ്റെ കുരുവൊക്കെ വന്നുകാണ്ട് പിന്നെ ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവുമല്ലോ, മുളകിൻ്റെ കുരു കടിച്ചാൽ പിന്നെ ഒന്നും വേണ്ടി വരുമല്ലോ ഒക്കെ. അപ്പോൾ അത് വിചാരിച്ചിട്ടാണ് ഞാൻ പൊട്ടിക്കാതെ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്ന് നിങ്ങൾ കട്ട് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. പിന്നെ എനിക്ക് നല്ല ഇഷ്ടമാണ് എന്തിൽ തന്നെ ഈ വറ്റൽമുളക് ഇട്ടിട്ട് ഇനിയിപ്പോൾ ഒരു ചമ്മന്തി അരക്കുകയാണെങ്കിലൊക്കെ വറ്റൽമുളക് ചുട്ടരച്ചിക്കാണ്ട് ചമ്മന്തിയൊക്കെ അരച്ചാൽ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പം ഈ ഒരു വറ്റൽമുളക് ഇതിൽ നിന്ന് കിടന്നുകാണ്ട് നല്ലോണം മുരിഞ്ഞ് വന്നാൽ എന്താ അറിയോ, ഋതുവിനിട്ട് അതിക്ക് വരില്ല, എന്നാലും ഈ ഒരു വറ്റൽമുളകിൻ്റെ ടേസ്റ്റ് ഇതിലേക്ക് വരും ചെയ്യും. കാരണം നമ്മൾ കുറച്ച് ദിവസങ്ങളൊക്കെ ഇതിങ്ങനെ ഫ്രിഡ്ജിൽ സൂക്ഷിക്കണോണ്ട് തന്നെ എന്താവും ഇതിൻ്റെ ആ ഒരു ടേസ്റ്റൊക്കെ ആ ഒരു നമ്മൾ ഇതിലേക്ക് ഇറങ്ങി വരും. അപ്പോൾ എന്താ ചെയ്യുക, നമുക്കൊരു ചോറൊക്കെ കഴിക്കണ സമയത്ത് ഇതൊരു ടേബിൾ സ്പൂണൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയുക നല്ല ഇഷ്ടമാവും കേട്ടോ. ഈ ഒരു മുളകും കൂടി നമ്മൾ എടുത്ത് കിട്ടുമ്പോൾ എന്താ ചെയ്യുക, നമുക്ക് ഇഷ്ടത്തിന് ആ മുളക് കടിച്ച് തിന്നാലോ. പക്ഷേ മക്കൾക്കെല്ലാം ഇതൊന്നും പറ്റാത്തേ, ചിലർക്കൊക്കെ നല്ല ഇഷ്ടമാണ് ഈ മുളകിൻ്റെ ടേസ്റ്റ്, പക്ഷേ ചിലർക്ക് ഇഷ്ടമുണ്ടാവില്ല. പിന്നെ അതുപോലെ തന്നെ ഈ പുണ്ണിൻ്റെ അൾസറിനൊക്കെ പ്രശ്നമുള്ളവർ ഒരിക്കലും ഈ മുളക് കഴിക്കരുത്. ഇങ്ങനെ ടേസ്റ്റിന് വേണ്ടിയിട്ട് കറിയിലൊക്കെ ഉപയോഗിച്ചാൽ നമ്മളത് ശരിക്കും അങ്ങോട്ട് ആ കറിയൊന്നും എടുത്ത് കഴിക്കരുത്. കാരണം നമ്മൾ പച്ചമുളക് പോലല്ലേ ഈ ഒരു മുളക് എന്ന് പറഞ്ഞാൽ രക്തം വറ്റിക്കുന്ന ഒരു മുതലാണ്, നല്ല ടേസ്റ്റാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ ഒഴിവാക്കണം കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ആ തൂമിച്ചതൊക്കെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ആ ഒരു സ്മെല്ലുണ്ടല്ലോ ഈ അടുക്കള മുഴുവനായിട്ടുണ്ട്. ഇനിയിപ്പോൾ അത്രക്കും ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു കറി എന്ന് പറയാൻ പറ്റില്ല, ഈ ഒരു കൂട്ടാനുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എത്ര നമ്മൾ പറയാറില്ലേ ഇന്ന് ചോറ് തികയൂല, നല്ലൊരു കൂട്ടാനൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ചോറ് കുറച്ച് കൂടുതൽ വേണമെന്നൊക്കെ തോന്നുമല്ലോ അല്ലേ. അപ്പോൾ കുറച്ച് കൂടുതൽ ചോറൊക്കെ ഉണ്ടാക്കുന്ന ഒരു ദിവസമാണ് കേട്ടോ ഇത് നിങ്ങൾ കൂട്ടാൻ എടുക്കേണ്ടത്. കാരണം അത്രയ്ക്ക് ടേസ്റ്റിയാണ്. നിങ്ങൾ ഒറ്റ പ്രാവശ്യം ഉണ്ടാക്കി നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ തക്കാളിക്കൊക്കെ അത്യാവശ്യം വില കുറഞ്ഞ ടൈമാണല്ലോ. കുറച്ച് മുമ്പൊക്കെ എന്ന് പറഞ്ഞാൽ തക്കാളിക്കൊക്കെ നല്ല വില കൂടുതലുമാണ്. അപ്പോൾ അങ്ങനത്തെ വില കുറഞ്ഞ സമയത്തൊക്കെ അതും അല്ല ഈ ഒരു സമയത്ത് നല്ല അടിപൊളി നാടൻ തക്കാളി നമുക്ക് കിട്ടാനുമുണ്ട്. ചില സമയത്ത് നമുക്ക് മൈസൂർ തക്കാളിയൊക്കെ കിട്ടിയിട്ട് ഒരു ടേസ്റ്റ് ഉണ്ടാവില്ലല്ലേ കറി വെച്ചാലൊന്നും. അപ്പോൾ ഇങ്ങനെ തക്കാളി കിട്ടുന്ന സമയത്ത് വില കുറഞ്ഞ് കിട്ടുന്ന സമയത്തൊക്കെ നമ്മൾ ഉണ്ടാക്കി വെക്കുക. അപ്പോൾ നമ്മളെ മക്കൾക്ക് പിന്നെ നമ്മൾ സോയാബീൻ ഉണ്ടാക്കാനോ അതുപോലെ തന്നെ നമ്മൾ വേറെ എന്തെങ്കിലും കൂട്ടാൻ ഉണ്ടാക്കി അവർക്കത് ഒരു ഇഷ്ടമില്ലാത്ത രീതിയിലാവണേ നമ്മൾ കാത്തിരിക്കാതെ ഇന്ന് തന്നെ നിങ്ങൾ കുറച്ച് തക്കാളി വാങ്ങുക, എന്നിട്ട് ഇതുണ്ടാക്കുക, എന്നിട്ട് മക്കളോടൊക്കെ ഒന്ന് ടേസ്റ്റ് നോക്കാൻ പറയുക. അപ്പോൾ അവർക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവും. അതുപോലെ തന്നെ ഇനി വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് കുറച്ച് ശർക്കര ചേർക്കാവുന്നതാണ്. പിന്നെ നിങ്ങളോടൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഞാൻ കുറച്ച് സാമ്പാർ കായം പാൽക്കായുണ്ടല്ലോ, സാമ്പാർ കായത്തിൻ്റെ പൊടി, സാമ്പാർ കായത്തിൻ്റെ കായപ്പൊടി, ആ ഒരു കായപ്പൊടി 1 ടേബിൾ സ്പൂൺ 2 ടേബിൾ സ്പൂണുകളൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ വീഡിയോ ഇപ്പോൾ കാണാനില്ല. അതെന്താണെന്ന് പറഞ്ഞാൽ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ടായിരുന്നു ഒന്നും എനിക്കറിയില്ല. അപ്പോൾ നിങ്ങൾ എന്തായാലും കായപ്പൊടി ചേർത്ത് കൊടുക്കുക. ഇനി ഇല്ലെങ്കിൽ ഒഴിവാക്കട്ടോ, കുഴപ്പമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ കുറച്ച് ശർക്കര ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിലേക്ക് ലേശം വിനാഗിരി ഒഴിച്ച് കൊടുക്കട്ടോ. അപ്പോൾ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു അടിപൊളി ഈ ഒരു ഐറ്റംസ് നിങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാണ് എന്ത് തന്നെ ആരെങ്കിലും വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്നങ്ങോട്ട് ലൈക്ക് ചെയ്യുക. ഇൻഷാ അല്ലാഹ് നല്ലൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും നമുക്ക് ഒരുപാട് സ്നേഹത്തോടു കൂടി അസ്സലാമു അലൈക്കും.